ുകൊണ്ട് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, യാ ആയിഷ, സ്വർഗത്തിലെ മുത്ത്, മാണിക്യം, ഗോമേതകം, സ്വർണം, വെള്ളി ഇതൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ നല്ലൊരു കൊട്ടാരമുണ്ട്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, യാ റസൂലല്ലാഹ് ലിമൻ ഹാദാ, ഇത് ആർക്കാണ് നബിയെ, ഈ കൊട്ടാരം ആർക്കാണ് നബി എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ലിമൻ സ്വാമ യൗമ അറഫ, ഈ കൊട്ടാരം പരിശുദ്ധമായ അറഫാ ദിനത്തിൽ നോമ്പ് നോറ്റവൾക്കാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ അറഫാ ദിനം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്. ആ സമയവും നിങ്ങളുടെ ദുആയും ചേർന്ന് വന്നാൽ ഉത്തരം ഉറപ്പാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ അറഫാ ദിനത്തിൽ നമ്മൾ നന്നായി റബ്ബിനോട് ദുആ ചെയ്യണം. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും റബ്ബിന്റെ മുന്നിൽ തുറന്നു പറഞ്ഞ് നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതിന് നമ്മൾ ക്വാളിറ്റി ഉള്ളവരാകണം. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ പരിപൂർണമായും അത് യോജിപ്പിക്കണം, നല്ല നിലയിലാക്കണം. നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായി വല്ലവരുമായി ഇടപാടിൽ നമ്മൾ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കണം, പൂർത്തീകരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ദുആ പടച്ച റബ്ബ് സ്വീകരിക്കുള്ളൂ. ഈ പരിശുദ്ധമായ അറഫാ ദിനത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മക്കളുടെ വിഷയങ്ങൾ നമ്മൾ പറയും, നമ്മുടെ വീടിന്റെ വിഷയം പറയും, ജോലിയുടെ വിഷയം പറയും, നമ്മുടെ വാഹനത്തിന്റെ വിഷയങ്ങൾ പറയും, സാമ്പത്തിക ശേഷിയുടെ വിഷയം പറയും. എല്ലാം നമ്മൾ റബ്ബിനോട് പറയും, പടച്ചോനെ എൻ്റെ കടങ്ങൾ വീട്ടി തരണേ അല്ലാ, എൻ്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, എൻ്റെ മറ്റുള്ള എല്ലാ വിഷയങ്ങളിലും നീ റാഹത്ത് നൽകണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഇതൊക്കെ പറയുമ്പോഴേ നമ്മുടെ ഫലസ്തീനിലെ മക്കളെയും കൂടി നിങ്ങളൊന്ന് ഓർക്കണം. ആ മക്കളുടെ സ്ഥാനത്ത് നിങ്ങളെ മക്കളുടെ മുഖം നിങ്ങളൊന്ന് കാണണം. നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾ, അവരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്കൂളിൽ പോലും പോകാൻ കഴിയാതെ, വിദ്യ അഭ്യസിക്കാൻ കഴിയാതെ അവരവിടെ കിടന്ന് നരകിക്കുകയാണ്. വിദ്യ അഭ്യസിക്കുന്നത് പോട്ടെ, അറിവ് പഠിക്കുന്നത് പോട്ടെ, ഒരല്പം ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ മരുന്ന് തടഞ്ഞു വെച്ചു, ഭക്ഷണം തടഞ്ഞു വെച്ചു, കുടിവെള്ളം പോലും തടഞ്ഞു വെച്ചു, ആശുപത്രികളിൽ ചികിത്സകൾ പോലും നിരോധിച്ചു. ഇത്രയും അധികം ആ പിഞ്ചു പൈതങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ഉമ്മയെ കാണാതെ, ഉമ്മയൊക്കെ മരണപ്പെട്ടു പോയ ഉമ്മയെ പാറക്കെട്ടുകൾക്കുള്ളിൽ നിന്ന് വലിച്ചെടുക്കുന്നത് കാണുന്ന മക്കളുടെ മനോവിഷമം, അവരുടെ മാനസികാവസ്ഥ, മനസ്സിലെ മുറിവ് എത്രത്തോളമാണെന്ന് പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ നിങ്ങളൊന്ന് മനസ്സിൽ കാണുക, ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് ചിന്തിക്കുക. അവരെയും കൂടി ദുആയിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ രക്തത്തിന്റെ കളർ ചുമപ്പാണെങ്കിൽ അവരുടെ രക്തത്തിന്റെ കളർ പച്ചയോ വെള്ളയോ മഞ്ഞയോ ഒന്നുമല്ല, അതും ചുവപ്പ് തന്നെയാണ്. മുറിയുന്ന തൊലീനാണ് അവർക്കുള്ളത്. മുറിക്കുമ്പോൾ വേദന നമുക്കുണ്ടെങ്കിൽ അവർക്ക് ആ വേദന തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരെ മറന്നുകൊണ്ട് ഈ അറഫാ ദിവസം നമ്മുടെ കാര്യം മാത്രം റബ്ബിനോട് പറയരുത്. സ്വന്തം കാര്യം സിന്ദാബാദ് എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ മാറി എല്ലാവർക്കും സമാധാനം ലഭിക്കണം, എല്ലാവർക്കും സന്തോഷം ലഭിക്കണം. നമ്മുടെ രാജ്യത്ത് വർഗീയതയുടെ വിഷവിത്തുക്കൾ വിതച്ചുകൊണ്ടിരിക്കുന്ന